ഈ രമേശ് മക്കൾ ഇത് എവിടെ പോയി കിടക്കുക? കുറേ നേരമായല്ലോ നമ്മളോട് ഇരിക്കാൻ തുടങ്ങിയിട്ട്. ദേ അമ്മ, അവര് വരുന്നുണ്ട്. ആഹാ, നിങ്ങളെല്ലാരും നേരത്തെ എത്തിയോ? പറഞ്ഞാല് ഞങ്ങളെ ബസ് ഓവർടേക്ക് ചെയ്തത്. നിങ്ങളുടെ ബസ് ഞങ്ങൾ ബസ് ഇരിക്കുമ്പോൾ നിങ്ങളെയൊക്കെ ഓവർടേക്ക് ചെയ്യുന്നത് കണ്ടായിരുന്നു. മക്കളെ, നിങ്ങൾ ഇനി വെള്ളത്തിൽ ഇറങ്ങി കളിച്ചോ? ആ ശരി അമ്മൂമ്മേ. ഓ, എന്തൊരു തണുപ്പാ വെള്ളത്തിന്. ആ ശരി, എന്തൊരു തണുപ്പാ വെള്ളത്തിന്. ഹായ്, നല്ല രസമുണ്ട്. ഐസ്ക്രീം, ഐസ്ക്രീം, വാനില, പിസ്ത, സ്ട്രോബെറി, ചോക്ലേറ്റ്. ഐസ്ക്രീം വാങ്ങിച്ചു തരാവോ? ആ, പോയി വാങ്ങിച്ചു മക്കളെ. നിങ്ങൾ ഒറ്റയ്ക്ക് കൊണ്ട് മക്കളെ, അമ്മൂമ്മ കൂടെ വരാം. ആ ശരി അമ്മൂമ്മേ. അല്ലമ്മ, ഞാൻ ഐസ്ക്രീം വാങ്ങിക്കാൻ പൈസ തരണം. അമ്മയുടെ ഉണ്ടോ അതോ? എന്റെ പൈസ ഉണ്ട്. നല്ല മകൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടെ. ആ ശരി അമ്മേ. നന്ദിനി, നമ്മൾ അടുത്ത ആഴ്ച ആണെങ്കിൽ ജഡായിപ്പാറ പോവാം, കൊല്ലത്തെ. ആഹാ, ജഡായിപ്പാറ നമ്മൾ കഴിഞ്ഞ വർഷമല്ലേ ജഡായിപ്പാറ പോയത്. അതേ പിന്നെ പോയിട്ടേ ഇല്ലല്ലോ. നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച പോവാം. പിന്നെ രമ എല്ലാരും വിളിച്ചോണ്ട് പോവാ. ആരൊക്കെ പോകുന്നത് ഞാൻ പറയട്ടെ. ആ, കണ്ണൻ, തുമ്പി, ഞാന്, സുമേഷ്, നന്ദിനി, രമ, പിന്നെ കാവ്യ, പിന്നെ പാറു, പിന്നെ നമ്മുടെ അമ്മ. എത്ര പേരുണ്ട് എല്ലാരും? നമ്മളെല്ലാരും 9 പേരുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും പേരിലുണ്ട് എനിക്ക് കറക്റ്റ് എണ്ണ അറിയത്തില്ല. അവരെല്ലാരും വരുമ്പോൾ നമുക്ക് എണ്ണി നോക്കാം. എങ്ങനെയാട്ടെ നമുക്ക് പോകണ്ടേ? ട്രെയിനാണോ അതോ ബസ്സിനോ? ബസ്സിനൊന്നും പോകാൻ പറ്റത്തില്ല നന്ദിനി, കാരണം വയറ് കുലുങ്ങത്തില്ല, കുഞ്ഞു വയറ്റിലില്ല. അതുകൊണ്ട് ബസ്സിൽ പോകണ്ട, ട്രെയിനിൽ തന്നെയാ. എല്ലാ പ്രാവശ്യം നമ്മൾ ട്രെയിനിൽ തന്നെയല്ലേ പോകുന്നത്. അതാ നല്ലത്. അവര് പോയിട്ട് കുറെ നേരമായില്ല ഐസ്ക്രീം വാങ്ങിക്കാൻ. ചിലപ്പോ ഐസ്ക്രീം വേണ്ടി അങ്ങ് പോയിട്ടായിരിക്കും. ചിലപ്പോ അവര് പുറകെ ഓടുമായിരിക്കും. ആഹാ, ദേ അവര് വരുന്നുണ്ട്. ആഹാ, എല്ലാരും ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നോ? എന്തി അച്ഛനുള്ള ഐസ്ക്രീം എന്തി? അച്ഛന് ഐസ്ക്രീം വേണമെന്ന്. അച്ഛൻ നേരത്തെ പറയാന്ന് വാങ്ങിച്ചോണ്ട് വരുമായിരുന്നല്ലോ. അച്ഛന് വേണമെന്ന് പറഞ്ഞില്ലല്ലോ. വാങ്ങിച്ചോണ്ട് പറഞ്ഞോ? ഓ, വേണ്ട മക്കളെ. അല്ലമ്മേ, 3 ഐസ്ക്രീം ആർക്കാ? 2 നമ്മുടെ മക്കൾക്കും പിന്നെ നിനക്കും. ഓ, എനിക്ക് ഐസ്ക്രീം വേണ്ടായിരുന്നു. എന്നാലും വാങ്ങിച്ചോണ്ടൊന്നുമില്ലതാ. ഹായ്, എന്തൊരു ടേസ്റ്റ് ആണ് പിസ്ത ഐസ്ക്രീം. നല്ല ടേസ്റ്റ് ഉണ്ട് ഐസ്ക്രീമിന്റെ. അല്ല ചേട്ടൻ എന്തിനാ പിസ്ത ഫ്ലേവർ വാങ്ങിച്ചത്? ഈ സ്ട്രോബെറി ഫ്ലേവർ വാങ്ങിക്കത്തില്ല? എന്താ ടേസ്റ്റാ? എനിക്ക് ഇഷ്ടമല്ലാത്ത ഫ്ലേവർ ഈ സ്ട്രോബെറി ഫ്ലേവർ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പിസ്ത ഫ്ലേവറാ. പിന്നെ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഫ്ലേവർ സ്ട്രോബെറി തന്നെയാ. പിന്നെ ഏറ്റവും ടേസ്റ്റ് ഉള്ള പിസ്ത ഫ്ലേവറാ. പിസ്ത അല്ല, സ്ട്രോബെറി. സ്ട്രോബെറി സ്ട്രോബെറി അല്ല, പിസ്ത പിസ്ത പിസ്ത. പിസ്ത അല്ലെന്ന്, സ്ട്രോബെറി ഫ്ലേവർ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളത്. നിന്നോട് ഞാൻ പറഞ്ഞു, സ്ട്രോബെറി ഫ്ലേവർ അല്ല ഏറ്റവും ടേസ്റ്റ് ഉള്ളത്, പിസ്ത ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. അല്ല അല്ല അല്ല, ഏറ്റവും ടേസ്റ്റ് ഉള്ളത് സ്ട്രോബെറി ഫ്ലേവറാ. പറ്റത്തില്ല, ഏറ്റവും ടേസ്റ്റ് ഉള്ള ഫ്ലേവർ പിസ്ത തന്നെ. ഞാനിപ്പോ കഴിക്കുന്ന ആ ഫ്ലേവറാ ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. അമ്മ ഇവളാണെങ്കിൽ എന്റെ പിസ്ത ഫ്ലേവർ ഒട്ടും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ്, ഈ ചേട്ടനാണെങ്കിൽ എന്റെ സ്ട്രോബെറി ഫ്ലേവർ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ്. നേരത്തെ നിങ്ങളുടെ അടി ഇനിയും കൊണ്ട് ഒരു ഒച്ചയായിട്ട് അപ്പ തന്നെ വീട്ടിൽ പോകും. പിന്നെ ജന്മത്തിൽ ഇങ്ങോട്ട് വരത്തേ ഇല്ല. ഞാൻ ചുമ്മാ പറയുന്ന ഓർത്തിട്ട് നിങ്ങളെ വെറുതെ അവിടെ അടി ഉണ്ടാക്കൊണ്ടിരിക്കണ്ട. വെറുതെ ആയിപ്പോ. പിന്നെ ഒരിക്കലും ബീച്ച് വരുത്തുമില്ല, പിന്നെ ഇങ്ങോട്ട് വരുത്തുമില്ല. ഐസ്ക്രീം വാങ്ങിച്ചിട്ടില്ല, ഒന്നും വാങ്ങിച്ചു തരത്തില്ല. മര്യാദക്ക് പറയണനുസരിച്ചാ നല്ലതാ. വല്ല ആശ ഉണ്ടായിരുന്നു. ഇപ്പൊ അടി ഉണ്ടാക്കേണ്ടത് അമ്മയുടെ വഴക്കും കേട്ട്. എല്ലാത്തിനും കാരണം ഈ ചേട്ടനാ. നീ ഓടി ഓടുന്നു. പോവാ മക്കളെ. ആ ശരി അച്ഛാ. വാ, രാത്രിയായില്ലോ, ഉറങ്ങാം. രാത്രിയിൽ ആരോ ചിരിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ടാക്കിയേ. ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരുന്നു, സ്വപ്നം കണ്ടപ്പോൾ എല്ലാം തോന്നിയതായിരിക്കും. എന്തായാലും കിടന്ന് ഉറങ്ങാം. എന്റെ അമ്മച്ചി, അത് ആരാണ് ചിരിക്കുന്നേ? ഞാനിപ്പോ ശരിക്കും കേട്ടു. ഞാനിപ്പോ കിടന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഉറങ്ങിയില്ല. ചെറിയൊരു മയക്കമായിരുന്നു. ആരോ ശരിക്കും ചിരിക്കുന്ന പോലെ എനിക്ക് കേട്ടു. ഞാനിപ്പോ കണ്ണാടിക്കകത്തൊരു രൂപം നിൽക്കുന്നുണ്ടല്ലോ. എന്റെ അമ്മച്ചിയെ പേടി വരുന്നത്. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. ആ ശരി, എനിക്ക് തോന്നിയതായിരിക്കും. ഓ, ഞാൻ എന്തിനിങ്ങനെ വെറുതെ പേടിക്കുന്നേ? എനിക്ക് ചിലപ്പോൾ ചിരിക്കുന്നതൊക്കെ വെറുതെ തോന്നിയായിരിക്കും. പക്ഷെ ഞാൻ ചെറിയ മയക്കത്തിൽ നല്ല ഒച്ചയ്ക്ക് ഒരു ചിരിക്കുന്ന സൗണ്ട് കേട്ടായിരുന്നല്ലോ. ആ എന്തായാലും കേട്ടെ. എന്തോന്ന് മക്കളെ രാത്രി ബഹളം ഉണ്ടാക്കുന്നേ?
വല്ല സ്വപ്നം കണ്ടിട്ട് പേടിച്ചതാണോ? സ്വപ്നം കണ്ടിട്ടല്ല അമ്മൂമ്മ ഞാൻ പേടിച്ചത്, ശരിക്കും കണ്ടിട്ട് പേടിച്ച്. എന്തിനാ കണ്ടിട്ട് അത് പറ. അമ്മൂമ്മ ഇപ്പൊ നിൽക്കുന്ന ആ കണ്ണടയുടെ ബാക്കിലാണെങ്കിൽ ഒരു പ്രേതം നിപ്പുണ്ടായിരുന്നു മുമ്പേ ആ കണ്ണാടിക്കകത്ത്. അതിനെ കണ്ട ഒരു കറുത്ത കളർ രൂപമായിട്ട് വന്നു, തലയിലാണെങ്കിൽ കൊമ്പൊക്കെ ഉണ്ട്. അതിന് എന്തോ ഒരു മഞ്ഞ കളർ കണ്ണ്, അങ്ങനെ കണ്ട ഒരു കണ്ണ് കണ്ടു ഞാൻ. മക്കളെ കണ്ടാൽ മക്കളെ സ്വപ്നം കണ്ടതായിരിക്കും, അങ്ങനെ ഇവിടെ തോന്നിയത്. സ്വപ്നം കണ്ടിട്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ തോന്നിയതായിരിക്കും മക്കൾക്ക്. സാരല്ല, കിടന്ന് അറിയിക്കോ. അല്ല അമ്മൂമ്മ, അങ്ങനെയല്ല, സത്യമായിട്ട് ഞാൻ കണ്ടതാ. എന്റെ പൊന്നെ മക്കളെ കണ്ടാൽ മക്കളെ അറിയത്തില്ലേ പ്രേതവും ഭൂതവും ലോകത്തൊന്നും ഇല്ലെന്ന്? നീ കിടന്ന് അറിയിക്കോ. ശരിയെന്നാ അമ്മൂമ്മ ഇറങ്ങാൻ പോവാ. അല്ല അമ്മൂമ്മ ഞങ്ങളുടെ എന്ത് ഇപ്പൊ കിടക്കാത്തേ? ഓ എനിക്ക് ഇവിടെ സ്ഥലമില്ല മക്കളെ. ഞാനാണെങ്കിലേ കഴിഞ്ഞ ദിവസം 2-3 പ്രാവശ്യമൊക്കെ തറ വീണായിരുന്നു കട്ടിലെന്ന്. സ്ഥലമില്ല, നിങ്ങൾ രണ്ടുപേരും കിടക്കുന്നൊരു സ്ഥലമില്ല. ഇത് കൊച്ചു കട്ടിലല്ലേ, നിങ്ങൾക്ക് വേണ്ടി മാത്രം വാങ്ങിച്ച കട്ടിലല്ലേ ഇത് അച്ഛനും അമ്മയും, അതുകൊണ്ട് സ്ഥലമില്ലത്. ശരി അമ്മൂമ്മ എന്നാ പോയി കിടന്ന് ഉറങ്ങിക്കോ. എന്തായാലും ഞാനെ കണ്ട പ്രേതം എന്തോ ആയിരിക്കും, അത് പ്രേതം തന്നെയാണ്. എനിക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും. ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും, പക്ഷെ ശരിക്കും അങ്ങനെ കണ്ടല്ലോ. എനിക്ക് എന്ത് അയാൾക്കൂടെ നടക്കുന്ന എന്തോന്ന് മനസ്സിലാകുന്ന പോലും ഇല്ല. എനിക്ക് പേടി വന്നിട്ട് വയ്യ. ഇനി ഏറ്റവും നല്ല കാര്യം കണ്ണാടിയിലോട്ട് നോക്കണ്ട, ഏതെങ്കിലും സൗണ്ട് കേട്ടാൽ എനിക്ക് ഞാൻ ഇവിടെ മര്യാദ കിടന്ന് ഉറങ്ങാം, അത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ആ കണ്ണാടി കൂടെ കണ്ട അതേ പ്രേതം തന്നെയല്ലേ ഇത്. എനിക്ക് ഒച്ച ഉണ്ടാക്കാൻ തുടക്കുന്ന ഒച്ച വരുന്നില്ല. അനങ്ങായിരിക്കുന്നത് നല്ലത്. കണ്ണടച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കാം. എന്റെ സൗണ്ട് കേട്ടിട്ട് ആരും ഉണർന്നില്ലല്ലോ. പ്രേതം പോയില്ലേ? കമന്ന് കിടന്നുറങ്ങാതാകുമ്പോ അത്രയും കുഴപ്പമില്ല. ഈ ചെരുപ്പിട്ട് ചേർക്കുന്ന ഒറ്റ അടി അടിക്കാം. അയ്യോ, എന്റെ കാലിലിട്ട് എന്തോ സാധനം ഇട്ടോ പ്രേതം അടിച്ചെന്ന് തോന്നുന്നു. കാല് വേദനിക്കുന്നു. ഒന്ന് തിരുമ്മാൻ പോലും എനിക്ക് പേടിയാ. അതായത് തൽക്കാലം കുറച്ച് വേദനയൊക്കെ സഹിച്ച് കിടക്കാം, അല്ലെങ്കിൽ ആ പ്രേതം എന്നെ എന്തായാലൊക്കെ ചെയ്യും. പേടി വരുന്നു. ഈ തുമ്പി ഇതൊന്നും അറിയത്തില്ല. ഇവള് പോത്ത് വെട്ടി ഇട്ടനെ കിടന്ന് ഉറങ്ങുന്നത്. ഇവളെ കൊണ്ട് എന്തൊരു കഷ്ടം ഇത് കിടന്ന് ഉറങ്ങുന്നു. ഇന്ന് രാത്രി എന്തായാലും പോകാം, നാളെ രാത്രി വരാം. ആ പിശാച് പറഞ്ഞല്ലേ പോവാണെന്ന്. എന്താണ്, ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ? സമാധാനമായി, ആ പ്രേതം പോയി. അയ്യോ, എന്റെ പേടി എന്തോന്ന് വെച്ചാൽ ഇനിയും തിരിച്ചു വരുമോ ആ പ്രേതം? വരത്തില്ലെന്ന് തോന്നുന്നു. എന്തായാലും കിടന്ന് ഉറങ്ങാം നൈസായിട്ട്. എന്റെ അമ്മ, ആ പ്രേതത്തിന്റെ ചെറിയല്ലേ കേൾക്കുന്നേ? ആ പ്രേതത്തിന് കാണുന്നില്ലല്ലോ. അയ്യോ എൻ്റെ അമ്മ, ഞാൻ പെട്ടെന്ന് ആ പ്രേതത്തിനെ കണ്ട് ബോധം കെട്ട് വീണ്. ആ പ്രേതം പോയെന്ന് തോന്നുന്നു. ഈ ചേർക്കാൻ പേടിച്ചു പോയെന്ന് തോന്നുന്നു. എന്നെ കണ്ട് 2 പ്രാവശ്യം ബോധം കെട്ടുപോയി. നാളെ രാത്രി ഞാൻ വരാം, എന്നിട്ട് ഇവരെ എല്ലാരും ശരിയാക്കും ഞാൻ. ഇവിടെ എല്ലാവരുടെ സാധനങ്ങളെല്ലാം തല്ലി പൊളിക്കും ഞാൻ.